പണ്ടൊക്കെ ഒരു കാര്യം നേടാൻ വേണ്ടി തപസ് ചെയ്യുന്നത് ദൈവം പ്രത്യക്ഷപ്പെടുന്നത് വരെയായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തുറന്നു നോക്കും, ദൈവം വന്നു, ദൈവം വന്നു. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എളുപ്പം റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നാണ് ഇപ്പം നോക്കുന്നത്. അപ്പോൾ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടുന്നിടം വരെ പ്രയത്നമാണ്. അന്ന് പണ്ട് തപസ് വരം കിട്ടുന്നിടം വരെ പ്രയത്നിക്കും. അതിന്റെ ഇടയ്ക്ക് വെച്ച് എണ്ണിച്ചു പോകത്തൂല, ചെതൽപ്പുറ്റാവുന്നിടം വരെയും നമ്മൾ അതിനു വേണ്ടി നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ അല്ല ഇപ്പൊ ഒരു കാര്യവും നമ്മൾ നേരിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലതിനും ഫലപ്രാപ്തി ഇല്ലാതായി പോകുന്നത്, അല്ലയോ? അപ്പൊ ഒരു കാര്യം നമ്മൾ നേടാൻ പോവാന്നുണ്ടെങ്കിൽ അത് മാത്രം മതി. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വേറെ ഒരു കാര്യവും വേണ്ട. ജീവിതകാലം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനൊപ്പം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ജീവിതം വേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തൊരു കാര്യത്തിന് നമുക്ക് നേടാൻ പറ്റും? ഇല്ലെന്നുണ്ടെങ്കിൽ പോട്ടെ, ജീവിതം പൊയ്ക്കോട്ടെ എന്നങ്ങ് വിചാരിക്കുക. അപ്പോൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പുറപ്പെടുന്ന സമയത്ത് ആ ലക്ഷ്യം മാത്രമായിരിക്കണം മുമ്പിൽ. അല്ലാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഇടയ്ക്കോട്ട് കണ്ണ് ചിമ്മി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ലക്ഷ്യത്തിലും എത്താൻ പറ്റത്തില്ല. അപ്പൊ എപ്പോഴും നമ്മൾ തപസ് പോലെ ആയിരിക്കണം നമ്മുടെ ഓരോ ലക്ഷ്യങ്ങളും.